ഹലോ എവറി വൺ, ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഒരു പുതിയ വർഷം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. എല്ലാവരും 2023 വെൽക്കം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ പുതിയ വർഷം നമുക്ക് വേണ്ടി എന്താണ് കാത്തു വെച്ചിരിക്കുന്നത് എന്നൊരു ആകാംക്ഷയും നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഈ വർഷത്തിൽ എന്തൊക്കെ മാറ്റങ്ങളും പരീക്ഷണങ്ങളും മോട്ടിവേഷൻസും ഒക്കെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള ആകാംക്ഷയിലായിരിക്കും എല്ലാവരും. സോ 2023 കടക്കുന്നതിനോടൊപ്പം ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് ചിന്തിക്കാനുള്ള കറക്റ്റ് ടൈമാണിത്. എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ പലരും ഓൾറെഡി ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞു കാണും. കഴിഞ്ഞ വർഷമുണ്ടായ വെല്ലുവിളികളെയൊക്കെ മറികടക്കാനും അടിപൊളിയായിട്ടുള്ള ഒരു ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാനും വേണ്ടിയിട്ട് ഇതൊക്കെ എല്ലാവരും ചെയ്യും, സ്വാഭാവികമാണ്. ഗോളുകൾ സെറ്റ് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ നല്ല പ്ലാനിങ് വേണം. ആ പ്ലാൻസ് ഒക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും കൂടി വേണം. ഒരു റെസൊല്യൂഷൻസ് സക്സസ് ആകുന്നത് അതിൻ്റെ പ്ലാനിങ് സ്റ്റേജിലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പലരുടെയും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിൽ ഇനി മുതൽ ഉറങ്ങാൻ തുടങ്ങണം, എക്സസൈസ് ചെയ്ത് തുടങ്ങണം, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കീപ്പ് ചെയ്യണം എന്നിങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതിനൊക്കെ പുറമെ നമ്മൾ തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ട ഒന്നാണ് ഫിനാൻഷ്യൽ റെസൊല്യൂഷൻസ്. അത് ചിലപ്പോൾ നമ്മുടെ ഫിനാൻസ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം എന്നതാവാം, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോയ ചില ഫിനാൻഷ്യൽ കാര്യങ്ങളെ ഇനി അങ്ങോട്ട് പരിഗണിച്ച് തുടങ്ങണം എന്നുള്ള തീരുമാനമാകാം. സോ ഈ പുതുവർഷത്തിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് മെച്ചപ്പെടുത്താനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്നും ആ ലക്ഷ്യം നിറവേറ്റുമെന്നും ഒരു പ്രതിജ്ഞ അങ്ങോട്ട് എടുക്കാം. പൈസയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ബൈ ബൈ പറഞ്ഞ് പുതിയ ലക്ഷ്യങ്ങൾക്ക് കൈകൊടുത്തുകൊണ്ട് 2023 വരവേൽക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷേ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. കാരണം നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പേഴ്സണൽ ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവായ കോണ്ടന്റുകൾ എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിനെ മൊത്തത്തിൽ അടിപൊളിയാക്കാൻ നിങ്ങൾ എടുത്തിരിക്കേണ്ട ഫിനാൻഷ്യൽ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, ഓൾവേസ് പേ അറ്റൻഷൻ ടു ബജറ്റിംഗ്. ആദ്യം നമുക്ക് എന്താണ് ബജറ്റിംഗ് എന്ന് മനസ്സിലാക്കാം. ബജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചിലവുകൾക്ക് റെസ്ട്രിക്ഷൻസ് വെക്കുക എന്നല്ല. ഇതൊരു കൃത്യമായ ആസൂത്രണമാണ്. നിങ്ങളുടെ പണം നിങ്ങൾ എങ്ങനെ ചിലവാക്കണം എന്നുള്ള ആസൂത്രണം. എത്ര പണം വരും, എത്ര പണം പോകും, എങ്ങോട്ട് പോകും എന്നതാണ് ഇതിൻ്റെ മെയിൻ. നിങ്ങളുടെ പണത്തിന് ഒരു പേർപ്പസ് കൊടുക്കുക എന്നതാണ് ബജറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലരുടെയും സംശയം ഒരു എഫക്റ്റീവ് ബജറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1, നിങ്ങളുടെ എല്ലാ സ്രോതസ്സുകളിലൂടെയും ഉള്ള വരുമാനം എത്രയാണെന്ന് നോക്കുക. സ്റ്റെപ്പ് 2, അതിൽ എത്ര പെർസെൻറ്റേജ് നിങ്ങളുടെ സേവിങ്സിലേക്കും നിക്ഷേപങ്ങളിലേക്കുമായി മാറ്റി വെക്കണം എന്ന് തീരുമാനിക്കുക. അതെ, എക്സ്പെൻസ് കഴിഞ്ഞ് ബാക്കി വരുന്നതല്ല സേവിങ്സിലേക്ക് പോകേണ്ടത്. സേവിങ്സ് കഴിഞ്ഞ് ബാക്കിയുള്ളതാവണം എക്സ്പെൻസസ്. നിങ്ങളുടെ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ആവശ്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് വേണം ഈ ഒരു നമ്പറിലേക്ക് എത്തിച്ചേരാൻ. ശേഷം പിന്നെ നമ്മൾ അതങ്ങോട്ട് ഉറച്ചു നിൽക്കുക. ഇനി സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 1 നിന്ന് സ്റ്റെപ്പ് 2 കുറച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിലവുകൾക്ക് വേണ്ടി വരുന്ന എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലാകും. ഈ എമൗണ്ട് നിങ്ങളുടെ സേവിങ്സിനെ എഫക്റ്റ് ചെയ്യാത്ത വിധം സൂക്ഷിച്ചു വേണം ചിലവാക്കാൻ. ഒരു എഫിഷ്യൻറ്റ് ബജറ്റിങ്ങിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ചെലവിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. മന്ത്ലി എക്സ്പെൻസസ് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പണം മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ ബജറ്റിങ്ങിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യ ചിലവുകൾ ചുരുക്കാൻ ഇത് സഹായിക്കുമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരുന്ന ഐഫോണിൻ്റെ പുതിയ മോഡൽ റിലീസായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ എന്താണ് ചെയ്യുക? ആ സമയത്ത് വേറൊന്നും മൈൻഡിൽ പോകില്ല. ഇപ്പോഴുള്ള ഫോണിൻ്റെ കുറ്റവും കുറവും പുതിയ ഫോണിൻ്റെ പുതുപുത്തൻ ഫീച്ചറുകളും മാത്രം മൈൻഡിലേക്ക് വരും. കുറച്ച് ദിവസം ഇതൊക്കെ ആലോചിച്ച് നമ്മൾ പോയിട്ട് അത് വാങ്ങും. അതാ ഒരു വലിയ അനാവശ്യ ചിലവ് നമ്മുടെ മടിയിലേക്ക് വന്ന് വീണ് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു തിരിച്ചറിവ് വരും. എപ്പോൾ? നമ്മളുടെ റെഗുലർ മന്ത്ലി എക്സ്പെൻസിൻ്റെ നല്ലൊരു ഭാഗവും ഐഫോൺ കൊണ്ടുപോയി എന്നറിയുമ്പോൾ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ദൈനംദിന ചിലവുകൾ നടത്താൻ വേണ്ടി ക്രെഡിറ്റ് കാർഡിൻ്റെ സഹായം വേണ്ടി വരും. അതോടെ നമ്മുടെ കടങ്ങൾ കൂടും. ആ സമയം തോന്നും വേണ്ടായിരുന്നു എന്ന്. ആ തോന്നൽ ഒഴിവാക്കാനാണ് ബജറ്റിംഗ് ചെയ്യാൻ മറക്കരുത് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഒരു പ്രോപ്പർ ബജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാം. ഓരോ മാസവും എത്ര പണം ചിലവാക്കാം എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാവുന്ന തുകയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ ചെലവുകൾ ക്രമീകരിക്കാൻ കഴിയും. ഇനി അടുത്ത റെസൊല്യൂഷനിലേക്ക് കടക്കാം. ബോറോ വൈസ്ലി ആൻഡ് പേ യുവർ ഡ്യൂസ് ഓൺ ടൈം. അതായത് ബുദ്ധിപൂർവ്വം കടം വാങ്ങുക, കുടിശ്ശികകൾ കൃത്യസമയത്ത് തിരിച്ചടക്കുക. അതിന് ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ലല്ലോ എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവുമല്ലോ അല്ലേ?
ക്രെഡിറ്റ് കാർഡ് ഡീൽ ചെയ്യുന്നതും അല്പം ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. ക്രെഡിറ്റ് കാർഡ് വഴി നിങ്ങളുടെ ചിലവുകൾ നടത്തുന്നതിൽ നിങ്ങൾ എത്ര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആളാണോ അത്ര തന്നെ നിങ്ങളുടെ ഫിനാൻസസ് നിങ്ങൾ മിസ്മാനേജ് ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. ക്രെഡിറ്റ് കാർഡ് ഫലപ്രദമായി മാനേജ് ചെയ്യാനുള്ള ചില ഗോൾഡൻ റൂൾസ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, വലിയ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട് എന്നതുകൊണ്ട് എല്ലായിടത്തും പോയി ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യണം എന്നർത്ഥമില്ല. മാസാവസാനം ബില്ല് നമ്മൾ തന്നെയാണ് അടക്കേണ്ടത് എന്ന് ഓർമ്മ വേണം. സോ ഡോണ്ട് ഓവർ സ്പെൻഡ്. നമ്പർ 2, ഒരിക്കലും നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ് ചെയ്യരുത്. ഇത് കാരണം അഡീഷണൽ ചാർജസ് അടക്കേണ്ടി വരും എന്ന് മാത്രമല്ല നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ താഴേക്ക് പോകാനും ഇത് കാരണമാകും. നമ്പർ 3, മിനിമം എമൗണ്ട് മാത്രം അടച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. ഇത് വളരെ നല്ല ഓപ്ഷനായിട്ട് തോന്നാമെങ്കിലും നിങ്ങളെ ഒരു കടക്കണിയിലേക്ക് തള്ളിവിടാൻ ഇത് മാത്രം മതിയാകും. നമ്പർ 4, കൃത്യസമയത്ത് ബില്ലടക്കുക. അലേർട്സ്, ഓട്ടോ പേ ഇതൊക്കെ നമ്മളെ ഇതിന് സഹായിച്ചേക്കാം. ഇത് അഡീഷണൽ ഇൻട്രസ്റ്റ് ചാർജ് വരുന്നതിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ലോണിലേക്ക് തന്നെ വരികയാണെങ്കിൽ പുതിയ ലോൺ എടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാർ വാങ്ങാനും വീട് വാങ്ങാനും ഒക്കെ പലവിധ ലോൺ ഓഫറുകൾ കിട്ടുന്നത് എക്സൈറ്റിംഗ് ആയി തോന്നുമെങ്കിലും ഈ തിളക്കമാർന്ന ഓഫറുകൾക്കൊക്കെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ചിലവുകൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് എത്രമാത്രം അഫോർഡബിൾ ആകും എന്നത് ചിന്തിക്കണം. ഒരു ലോൺ എടുക്കുക എന്നത് വളരെ വലിയ ബാധ്യത എടുത്ത് തലയിൽ വെക്കുന്നതിന് തുല്യമാണ്. സോ കൃത്യമായി നിങ്ങളുടെ ഫിനാൻസസ് മനസ്സിലാക്കി ബജറ്റൊക്കെ നോക്കി എല്ലാം ഓക്കെ ആണെന്ന് തോന്നിയാൽ വേണം ലോൺ എടുക്കാൻ. എപ്പോഴും 2-3 തവണ ആലോചിച്ച് മാത്രം ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലെത്താൻ ശ്രമിക്കുക. ഇനി അടുത്ത റെസൊല്യൂഷനിലേക്ക് പോകാം. നമ്പർ 3, റീബാലൻസിങ് യുവർ പോർട്ട്ഫോളിയോ. നിങ്ങൾ പണം നിക്ഷേപിക്കുമ്പോൾ ഡെറ്റ്, ഇക്വിറ്റി ഇതൊക്കെ വെച്ച് ഓരോ സെക്യൂരിറ്റീസിലും എത്ര വീതം നിക്ഷേപിക്കണം എന്ന തീരുമാനം അനുസരിച്ചാകുമല്ലോ അതിൻ്റെ അലോക്കേഷൻ നടത്തുന്നത്, അല്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ സ്വാഭാവികമായും ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആയിരിക്കും കൂടുതൽ ശതമാനം നിക്ഷേപിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. കാരണം ഇക്വിറ്റി വളരെ റിസ്കിയാണ്. നേരെ മറിച്ച് റിസ്ക് എടുക്കാൻ തയ്യാറായ ഒരാളാണെങ്കിൽ ഇക്വിറ്റിയിലായിരിക്കും കൂടുതൽ നിക്ഷേപം. ബോണ്ടിൽ വളരെ ചെറിയ നിക്ഷേപം മാത്രമേ ഉണ്ടാവുള്ളൂ. പോർട്ട്ഫോളിയോയുടെ അലോക്കേഷൻ നടത്തേണ്ടത് നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കഴിവ്, നിങ്ങളുടെ വയസ്സ്, സാമ്പത്തിക ലക്ഷ്യം, ആവശ്യങ്ങൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം. സപ്പോസ് നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങളുടെ നിക്ഷേപത്തിന്റെ 60% ഇക്വിറ്റിയിലും ബാക്കി 40% ഡെറ്റിലും നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. അന്ന് മുതൽ ഇന്ന് വരെ ഇക്വിറ്റീസ് വളരെ നല്ല റിട്ടേൺസും ഡെറ്റ് വളരെ ചെറിയ റിട്ടേൺസും മാത്രമാണ് തന്നിട്ടുള്ളതെന്നും കൂടി വിചാരിക്കുക. സോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ ഇക്വിറ്റി എക്സ്പോഷർ കൂടുകയും ഡെറ്റ് എക്സ്പോഷർ കുറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ 60-40 അലോട്ട്മെന്റ് ആകെ തകിടം മറിഞ്ഞിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ വീണ്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഈ 60-40 സ്ട്രക്ചറിൽ എത്തിക്കാൻ നിങ്ങൾ കുറച്ച് ഇക്വിറ്റി വിൽക്കുകയോ ഡെറ്റ് സെക്യൂരിറ്റീസ് വാങ്ങുകയോ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ റീബാലൻസിംഗ് എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ ഒരു ഫാൻസി ടേം ആയിട്ട് തോന്നിയാലും റീബാലൻസിംഗ് വഴി നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വീണ്ടും ക്രമീകരിക്കുക എന്നത് മാത്രമാണ് ചെയ്യുന്നത്. റീബാലൻസിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നഷ്ടക്കച്ചവടമായി പോയ നിക്ഷേപങ്ങൾ, അതായത് വിലയിടിഞ്ഞ വീണ്ടും താഴോട്ട് തന്നെ പോകാൻ സാധ്യതയുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് വിറ്റൊഴിവാക്കാം. പകരം പുതിയ വളർച്ച നേടാൻ സാധ്യതയുള്ള നിക്ഷേപങ്ങൾ നടത്താനുമാവും. സോ നിങ്ങളുടെ ലാഭം കൂട്ടാനും ക്യാപിറ്റൽ സംരക്ഷിക്കാനും വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോർട്ട്ഫോളിയോ റീബാലൻസിംഗ് അത്യാവശ്യമാണ്. മാറുന്ന മാർക്കറ്റ് എൻവയോൺമെന്റ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാൻ മുൻകൈ എടുക്കേണ്ടതാണ്. ഓരോ അസറ്റ് ക്ലാസ്സുകളിലും നൽകിയിരിക്കുന്ന റിട്ടേൺസിനെ കുറിച്ചുള്ള വ്യൂസ് ഒക്കെ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ റീബാലൻസിങ് ചെയ്യുക. പോർട്ട്ഫോളിയോ റീബാലൻസിംഗ് ആവശ്യപ്പെടുന്ന ചില പ്രത്യേക സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വർഷത്തിൽ ഒരിക്കലെങ്കിലും പോർട്ട്ഫോളിയോ റീബാലൻസിംഗ് നടത്തേണ്ടതാണ്. എസ്പെഷ്യലി ആഫ്റ്റർ ഫിനാൻഷ്യൽ ഇയർ. അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള പ്ലാൻ അനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങളുടെ റിസ്ക് അപ്പിറ്റേറ്റ് മാറുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടി, സോ നിങ്ങളുടെ ഫിനാൻസസ് കുറച്ചുകൂടി സെക്യൂർ ആയി, അപ്പോൾ നിങ്ങൾ റിസ്ക് കൂടുതൽ എടുക്കാൻ തയ്യാറായേക്കാം. പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റി എക്സ്പോഷർ കൂട്ടാം. നേരെ മറിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ലൈഫിൽ അസുഖം ഒരു വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ റിസ്ക് എടുക്കാനുള്ള ചാൻസ് കുറയും. ഇക്വിറ്റി എക്സ്പോഷർ കുറച്ച് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൽ കൂടുതൽ എക്സ്പോഷർ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന സമയത്ത് റിസ്ക് എടുക്കാൻ ചാൻസ് കുറവാണ്. ഉള്ളത് പ്രിസർവ് ചെയ്യാനല്ലേ എല്ലാവരും ആ സമയത്ത് പ്രിഫർ ചെയ്യുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഇക്വിറ്റി എക്സ്പോഷർ കുറച്ച് ഡെറ്റ് എക്സ്പോഷർ കൂട്ടി പോർട്ട്ഫോളിയോ ആ സമയത്ത് റീബാലൻസിംഗ് നടത്തേണ്ടി വരും. ഇനി നിങ്ങൾ നിങ്ങളുടെ എല്ലാ സേവിങ്സും ഒരു സിംഗിൾ സെക്യൂരിറ്റിയിലേക്കായി മാത്രം മാറ്റിവെച്ച് ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ആലോചിക്കുക. ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു അസറ്റ് ക്ലാസ് പെർഫോം ചെയ്തില്ലെങ്കിലും മറ്റേ അസറ്റ് ക്ലാസിന്റെ പെർഫോമൻസ് നന്നായി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടും. നിങ്ങളെല്ലാം തന്നെ ഇക്വിറ്റീസിലാണ് കൊണ്ടുചെന്നിട്ടുള്ളതെങ്കിൽ മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം സമ്പാദ്യവും ഒറ്റയടിക്ക് റിസ്കിലാകും. നേരെ മറിച്ച് കുറച്ച് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൽ ആണ് ഇടുന്നതെങ്കിൽ മാർക്കറ്റ് റിക്കവർ ആകാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആ സമയത്തിൽ അതിൽ നിന്നുമുള്ള ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത റെസൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. നമ്പർ 4, ഇൻഷുർ യുവർ സെൽഫ്. ഇൻഷുറൻസ് വാങ്ങുന്നതിന് ഏക ഉദ്ദേശം ഒന്നേ ഉള്ളൂ: എമർജൻസി ഘട്ടത്തിൽ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്.
ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും രണ്ടും ഇത്തരം ആകസ്മിക സാഹചര്യങ്ങളിൽ നമ്മളെ രക്ഷിക്കാൻ വരുന്ന ആളുകളാണ്. നമുക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് വേണ്ട എമർജൻസി സാഹചര്യങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് പരിരക്ഷ നൽകുകയും നമ്മുടെ പെട്ടെന്നുള്ള മരണത്തിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ട സാമ്പത്തിക പിന്തുണ ലൈഫ് ഇൻഷുറൻസ് നൽകുകയും ചെയ്യും. ഈ രണ്ട് പോളിസികളും വാങ്ങുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകരാതെ സംരക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു എമർജൻസി ഫണ്ട് കൂടി കൂട്ടത്തിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഭാവിയിൽ പെട്ടെന്ന് ഉയർന്നു വന്നേക്കാവുന്ന അടിയന്തര ചെലവുകൾ നിയന്ത്രിക്കാനായി നമ്മൾ സ്വരുക്കൂട്ടി വെക്കുന്ന പണത്തിനെയാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഇത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുകയും എപ്പോൾ വേണമെങ്കിലും വന്നേക്കാവുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു വീട് നന്നാക്കണം തുടങ്ങിയ ചെലവുകൾക്ക് മേലെ ഒരു സുരക്ഷാ വലയം തീർക്കുകയും ചെയ്യും. ഫൈനലി 2023 ലാസ്റ്റ് ഫിനാൻഷ്യൽ റെസൊല്യൂഷൻ നമ്പർ 5, ഇംപ്രൂവിംഗ് യുവർ ഫിനാൻഷ്യൽ നോളേജ്. സാമ്പത്തിക പരിജ്ഞാനം വളർത്തുന്നതിലൂടെ നിങ്ങളുടെ സമ്പാദ്യത്തെ കൂടുതൽ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാനാകും. ഫിനാൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കും തോറും അവയെ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്നതും എളുപ്പമാകും നമുക്ക്. ഇതുവരെ ഇതിനു വേണ്ടി ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് ഇത് തുടങ്ങാനും ഓൾറെഡി ചെയ്തു പോകുന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുമുള്ള തീരുമാനമെടുക്കാനുള്ള കറക്റ്റ് ടൈമാണിത്. അപ്പോൾ അതിന് മടിക്കേണ്ട. ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി എത്രയോ പുസ്തകങ്ങൾ വിൽപ്പനയിലുണ്ട് എന്ന് അറിയാൻ കഴിയും. റിച്ച് ഡാഡ് പുവർ ഡാഡ്, ഇന്റലിജന്റ് ഇൻവെസ്റ്റർ, കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ്, ഡയമണ്ട്സ് ഇൻ ദ ഡസ്റ്റ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, സൈക്കോളജി ഓഫ് മണി, അങ്ങനെ എത്ര പുസ്തകം ഉണ്ടെന്ന് അറിയോ. ടെക്നോളജിയുടെ കണ്ടുപിടുത്തത്തോടു കൂടി പല പ്ലാറ്റ്ഫോമുകളിലൂടെ വീഡിയോസ് ആയിട്ടും പോഡ്കാസ്റ്റുകളായിട്ടും ഈ മേഖലയിൽ ഒരുപാട് വീഡിയോസുകളും അതുപോലെ തന്നെ പോഡ്കാസ്റ്റുകളും അവൈലബിൾ ആണ്. ഈവൻ ഗ്രോ തന്നെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ടെലഗ്രാം, സ്റ്റോറീസ് അങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആകാനുള്ള ഇനീഷ്യേറ്റീവ്സ് എടുത്തു പോരുന്നുണ്ട്. വേറെയും ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ കണ്ടന്റുകൾക്കൊന്നും ഒരു ക്ഷാമമില്ലാത്ത കാലമാണിത് അല്ലേ. സോ യൂസ് ദം വൈസ്ലി. അതിലൂടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ നോളേജ് വളർത്തുകയും അങ്ങനെ നേടുന്ന അറിവിലൂടെ നിങ്ങളുടെ സമ്പാദ്യം കൂടി വളരുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 2023 നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഒരു നല്ല ബജറ്റ് ഉണ്ടാക്കുക, വിവേകപൂർവ്വം കടങ്ങൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൈകാര്യം ചെയ്യുക, പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുക, ഇൻഷുറൻസ് എടുക്കുക, അതുപോലെ തന്നെ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക, ആൻഡ് ഫൈനലി സാമ്പത്തിക പരിജ്ഞാനം മെച്ചപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു പുതുവർഷം എല്ലാവരുടെയും സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് വിചാരിക്കാം. ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പറയുകയാണ്, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.